2 ദിവസമായിട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ മറന്ന് കാണുമോ? അങ്ങനെ മറക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പം നമുക്കിന്ന് ഈസി ആയിട്ടൊരു ജേണൽ ചെയ്യാം. പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ, സ്റ്റിക്കേഴ്സ് ഒന്നും ഒട്ടിക്കാതെ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടൊരു ജേണൽ. മെയ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 ദിവസമായി. എങ്കിലും നമുക്ക് മെയ് മാസത്തിൽ ഒരു ജേണൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുട്ടീസ് ഗീവ് അവയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഗീവ് അവേ നടത്തണമെങ്കിൽ നമുക്ക് 1K അടിക്കണം. 1K അടിക്കണമെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്താലേ നിങ്ങളിൽ 2 പേർക്ക് എനിക്ക് ഗീവ് അവേ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗീവ് അവേ അടിക്കാൻ വേണ്ടിയിട്ട് ഗീവ് അവേ നടത്താൻ വേണ്ടിയിട്ടും 1K അടിക്കാൻ വേണ്ടിയിട്ടും നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പ്രാർത്ഥിക്കാം, അതിന് കൂട്ടത്തിൽ നിങ്ങളും പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് 1K അടിച്ചിട്ട് വേണം നമുക്ക് ഗീവ് അവേ നടത്താൻ. ഓക്കെ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ ഒരു കൂട്ടരുണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നവർ. അവരോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. വെറുതെ എന്തിനാണ് ഇങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്? അങ്ങനെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല വീഡിയോസ് കണ്ടുകൂടെ? എന്തിനാ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നത്? അപ്പം എന്തായാലും എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ചാനൽ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് എത്ര വട്ടം സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.